ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ളതും ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് വിനീഗറോ സിന്തറ്റിക് വിനീഗറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്ത് ചൂടായി വരുമ്പോൾ കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൊഞ്ചെന്നും ചെമ്മീനെന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം മറുവശം ഫ്രൈ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 സൈഡും ഒന്ന് കുക്കായി വന്നാൽ മതി. ഇപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചെമ്മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന്. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളിയും വേണമെങ്കിൽ കുറച്ച് സവോള എടുക്കാവുന്നതാണ്. ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ച് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പം ഞാൻ ചെമ്മീൻ വറുത്ത എണ്ണ ബാക്കിയില്ലാത്തത് കൊണ്ടാണ് വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മസാല വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്ത ശേഷം മാത്രം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കുറച്ചൊക്കെ കുക്കായിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് കുക്കാകാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുരുമുളക് വേണമെങ്കിൽ ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതിയാക്കും. അതല്ല പൊടിയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഞാനിപ്പോൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലൊരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കണം. നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുള്ളി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറുള്ളിയും വേണമെങ്കിൽ കുറച്ച് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഫുള്ള് ചെറിയ ഉള്ളിൽ തന്നെയാണ് ഇതിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കറക്റ്റായിട്ട് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.